ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു രാജീസ് ടേസ്റ്റി വേൾഡ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ഹെൽത്തിയും അതുപോലെ തന്നെ സ്വാദിഷ്ടവുമായ ഒരു നെല്ലിക്ക പുളിശ്ശേരിയുടെ റെസിപ്പിയാണ്. നെല്ലിക്ക പുളിശ്ശേരി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഉപ്പിലിട്ട നെല്ലിക്കയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഉപ്പിലിട്ട നെല്ലിക്ക തന്നെ എടുക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല, പച്ച നെല്ലിക്കയാണെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നെല്ലിക്കയുടെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. നെല്ലിക്ക ഇനി ചെറിയ പീസാക്കിയതാ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു 4 നെല്ലിക്ക അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നെല്ലിക്ക നമുക്കൊന്ന് വേവിച്ചെടുക്കാനായിട്ട് ഒരു പാനിലേക്ക് നെല്ലിക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എരിവിന് വേണ്ടിയിട്ട് ഒരു 3 പച്ചമുളകും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഉപ്പിലിട്ട നെല്ലിക്ക ആയതുകൊണ്ട് ഇതിനകത്ത് ഓൾറെഡി ഉപ്പ് പിടിച്ചിട്ടുണ്ട്, അതിനനുസരിച്ച് ആണ് ഞാനിവിടെ ഉപ്പ് ചേർത്തിരിക്കുന്നത്. നെല്ലിക്ക വെന്ത് വരുമ്പോഴേക്ക് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. പുളിശ്ശേരിക്കുള്ള അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു ചെറിയ മുറി തേങ്ങ ഞാനിവിടെ ചിരകിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, ഒരൽപ്പം ജീരകം, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതാ നമ്മുടെ നെല്ലിക്കയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുക്കാം. ഒരല്പം ഉപ്പും കൂടെ നമുക്ക് അരപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ അരപ്പ് നെല്ലിക്കയിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ച് വരണം. ഈ അരപ്പിൻ്റെ ആ എരിവൊക്കെ നെല്ലിക്കയിലേക്കൊന്ന് നന്നായിട്ടൊന്ന് അബ്സോർബ് ആവണം. നമ്മുടെ പുളിശ്ശേരിക്ക് വേണ്ട 1/2 ലിറ്റർ തൈര് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് മുഴുവനും ഞാൻ ചേർക്കുന്നില്ല, നന്നായിട്ട് ഉടച്ചു വെച്ചിരിക്കുന്ന തൈരാണ്. ഇത് കുറച്ച് മാത്രമേ ഇതിനകത്ത് ചേർക്കുന്നുള്ളൂ, എടുത്തു വെച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട്, കണ്ടോ. ഇനി നമുക്കിതിലേക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. തൈര് ഒട്ടും തന്നെ പിരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, അതുകൊണ്ടാണ് ഞാനിവിടെ സ്റ്റൗ ഓഫ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരല്പം മാത്രം മതിയാവും. വീണ്ടും ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പുളിശ്ശേരിയിലേക്കൊന്ന് താളിച്ച് കൊടുക്കണം. അതിനായിട്ട് ഒരു പാനിലേക്ക് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്കൊരു 1/4 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉലുവ ഇടാം. കറിവേപ്പില ചേർക്കാം. ആവശ്യത്തിന് വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. നമ്മുടെ നെല്ലിക്ക പുളിശ്ശേരി ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ വളരെ ഹെൽത്തിയുമാണ്. എല്ലാവരും നമ്മുടെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക്